أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. الله العظيم. الفرقان 67. വല്ലദീന ഒരു കൂട്ടരുമാണ് ഇദാ അംഫഖു അവർ ചെലവഴിച്ചാൽ ലം യുസ്രിഫു അവർ പരിധി വിടുകയില്ല വലം യഖ്തുറു അവർ പിശുക്കുകയുമില്ല വക്കാന ബൈനദാലിക വക്കാന അതായിരിക്കും ബൈനദാലിക അവക്കിടയിൽ അതിനിടയിൽ ഖവാമ ചൊവ്വായി നിൽക്കുന്നത് അല്ലെങ്കിൽ നേരായി നിൽക്കുന്നത് അല്ലെങ്കിൽ മിതത്വം പാലിക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം. ഇബാദുർ റഹ്മാൻ അള്ളാഹുവിൻ്റെ അടിമകളാണ് എന്ന് അംഗീകരിച്ച് അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ തീരുമാനിച്ച ആളുകളുടെ സവിശേഷതകൾ, കാണപ്പെടുന്ന സവിശേഷതകൾ വിവരിക്കുകയാണ് സൂറയുടെ അവസാന ഭാഗത്ത് അല്ലാഹു തആല. അപ്പം അതിൽ ആദ്യം പറഞ്ഞത് അവർ വിനയത്തോടെ നടക്കുന്നവരാണ്, രണ്ട് അവിവേകികളോട് സലാം പറഞ്ഞു ഒഴിയുന്നവരാണ്. പിന്നെ 3 രാത്രി ചെലവഴിക്കുക, ആരാധനയിൽ മുഴുകിയാണ്. 4 നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഇനി 5 അവരുടെ ധനവ്യയം. വല്ലദീന ഇദാ അൻഫഖു അല്ലാഹു ഹലാലാക്കിയ മാർഗത്തിൽ ഹലാലാക്കിയ കാര്യത്തിന് ധനം ചെലവഴിക്കുന്നതിനെയാണ് ഇൻഫാഖ് എന്ന് പറയുക. ഹറാമാക്കിയതിൽ ചെലവഴിക്കുമ്പോൾ അത് എത്ര കുറച്ചാണെങ്കിലും ഹറാമായ കാര്യമാണ്. എന്നാൽ ഇൻഫാഖിൽ അങ്ങനെയല്ല, അതിൽ 2 സാധ്യതയുമുണ്ട്. അതാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു അവർ പിശുക്കുകയില്ല, വലം യഖ്തുറു ലം യുസ്രിഫു അവർ ദൂർത്തടിക്കുകയില്ല. എന്താണ് ദൂർത്ത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു ചെലവഴിക്കാൻ അനുവദിച്ച കാര്യങ്ങളിൽ ആവശ്യത്തിലധികം ചെലവഴിക്കൽ, അതുപോലെ തന്നെ അനാവശ്യമായ കാര്യങ്ങൾ, സ്വന്തം നിലയിൽ ഹറാമല്ലെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെലവഴിക്കലും, പണം അനാവശ്യമായി ചെലവഴിക്കലും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് തന്നെ ആവശ്യത്തിലധികം ചെലവഴിക്കലുമാണ് പരിധി വിടൽ, ഇസ്രാഫ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചത് ഒളു കൊടുക്കുന്നവനെയാണ്. ഒരാൾ ഒരുപാട് വട്ടം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദിഹി സർഫ്, എന്തൊരു പരിധി വിടലാണ്, അല്ലെങ്കിൽ എന്തൊരു ദൂർത്താണ്. അഫിൽ വുളൂഇ സർഫുൻ യാ റസൂലുള്ളാഹ്, മറുചോദ്യം, ഈ ഒളുവിലുമുണ്ടോ ദൂർത്തും ദുർവയവുമൊക്കെ? നഅം ഇൻ കാന അഹദുക്കും ഫീ നഹ്റിൻ ജാരിൻ, നിങ്ങളൊരു ഒഴുകുന്ന പുഴയിലാണെങ്കിലും ശരി, അതെ, നിങ്ങളൊരു ഒഴുകുന്ന പുഴയിലാണെങ്കിലും ഒളു കൊടുക്കുമ്പോൾ ആവശ്യത്തിലധികം കഴുകൽ ഇസ്രാഫാണ് എന്ന്. ഒളു കൊടുക്കുമ്പോൾ ഒഴുകുന്ന പുഴയിൽ നിന്ന് ഒഴുകിപ്പോകുന്ന വെള്ളം ആവശ്യമില്ലാതെ വെറുതെ കഴുകിക്കൊണ്ടിരിക്കൽ ഇസ്രാഫ് ആണെങ്കിൽ, സമ്പാദിച്ച ധനം അനാവശ്യമായ കാര്യങ്ങൾക്ക് ചെലവഴിക്കലും ആവശ്യമുള്ളതിന് ആവശ്യത്തിലധികം ചെലവഴിക്കലും പിന്നെ എന്താകും എന്ന് ആലോചിച്ചാൽ മതി. അതൊന്നും സത്യവിശ്വാസികളുടെ, അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരുടെ പക്കൽ നിന്ന് സംഭവിക്കുകയില്ല. വലം യഖ്തുറു അതിൻ്റെ നേർ മറുവശമാണ് പിശുക്ക്, അതും അവർ ചെയ്യുകയില്ല. അഥവാ ചെലവഴിക്കൽ ആവശ്യമായ കാര്യങ്ങൾക്ക് ചെലവഴിക്കാതിരിക്കലാണ്. പ്രത്യേകിച്ചും
കുടുംബാംഗങ്ങളെ പട്ടിണിക്കിടുക, അവരുടെ അത്യാവശ്യങ്ങൾ നിറവേറ്റാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തുടങ്ങി ചെലവഴിക്കൽ പുണ്യമായ കാര്യങ്ങളിൽ കൊടുക്കാതിരിക്കുക, ഇതൊക്കെ ഫലം യഖ്തുറു എന്ന് പറഞ്ഞതിൽ പെട്ടതാണ്. അതും അവർ ചെയ്യുകയില്ല. വക്കാന ബൈന ദാലിക ഖവാമ, അതിൻ്റെ ഇടയിലുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുക. അഥവാ അങ്ങോട്ടും ചായുകയില്ല, ഇങ്ങോട്ടും ചായുകയില്ല, ദൂർത്തിലേക്കും പോകില്ല, പിശുക്കിലേക്കും പോകില്ല, അതിൻ്റെ ഇടയിൽ സ്റ്റഡിയായിട്ട് നിൽക്കുന്ന ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുക എന്നതാണ്. സൂറത്തു ഇസ്രായിൽ അല്ലാഹു തആല തന്നെ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. വലാ തജ്അൽ യദക മഗ്ലൂലതൻ അലാ ഉനുഖിക് വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത്. നീ നിന്റെ കൈ പെരടിയിൽ കെട്ടരുത്, പൂർണ്ണമായും തുറന്നിടുകയും ചെയ്യരുത്. സൂറത്തുൽ ഇസ്രാ 29-ാമത്തെ ആയത്തിൽ അവിടെ നമ്മളിത് വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ രണ്ടിൻ്റെയും നടുവിലാണ് സത്യവിശ്വാസികളുടെ ഇൻഫാഖ് ഉണ്ടാകുക. അവർ അള്ളാഹുവിൻ്റെ അടിമകളാണ്, അതുകൊണ്ട് അവർ ധൂർത്തിന് കീഴ്പ്പെടുകയില്ല, പിശുക്കിനും കീഴ്പ്പെടുകയില്ല, അള്ളാഹുവിന് അർ-റഹ്മാനിന് കീഴ്പ്പെട്ടവരാണ് എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ വിഷയത്തിൽ ധാരാളം പ്രോത്സാഹനങ്ങൾ ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ കഴിയും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, മിൻ ഫിഖ്ഹിർ റജുലി റിഫ്ഖുഹു ഫീ മഈശതിഹി, ഒരാളുടെ കാര്യബോധം അല്ലെങ്കിൽ പാണ്ഡിത്യം അതിൽപ്പെട്ടതാണ് അയാളുടെ മഈശത്തിൽ ഉപജീവന മാർഗത്തിലുള്ള റിഫ്ഖ് എന്ന് പറഞ്ഞാൽ ഒത്തത് ചെലവഴിക്കുക, അഥവാ ആവശ്യമായത് ചെലവഴിക്കുക, അനാവശ്യമായി ചെലവഴിക്കാതിരിക്കുക. അതൊരാൾക്ക് ബുദ്ധിയും തൻ്റെ ഇടമൊക്കെ ഉള്ള ആളാണ് എന്നതിൻ്റെ തെളിവാണ്. അല്ലാത്തവരോ മറ്റുള്ളവരുടെ പ്രേരണക്കും അതുപോലെ ഉള്ള ഉപഭോഗ സംസ്കാരത്തിനും പൊങ്ങച്ചത്തിനും സാമ്പത്തിക മത്സരത്തിനും ഒക്കെ അടിപ്പെട്ട് ആവശ്യമില്ലാതെ ചെലവഴിച്ചുകൊണ്ടിരിക്കും. അത് ഫിഖ്ഹില്ലാത്ത അഥവാ തൻ്റെ ഇടമില്ലാത്ത ആളുകളാണ് ചെയ്യുക എന്നർത്ഥം. അതുപോലെ ഖസ്ദ് എന്ന് പറഞ്ഞാൽ മിതവ്യയം, അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാൻ കഴിയും. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അഹ്സനൽ ഖസ്ദ ഫിൽ ഗിന, ഗിനയിൽ മിതത്വം എത്ര നല്ലതാണ്. വഅഹ്സനൽ ഖസ്ദ ഫിൽ ഫഖരി, ദാരിദ്ര്യത്തിലും മിതത്വം എത്ര നല്ലതാണ്. വഅഹ്സനൽ ഖസ്ദ ഫിൽ ഇബാദത്തി, ആരാധനാ കാര്യങ്ങളിലും ഖസ്ദ് മിതത്വം എത്ര നല്ലതാണ്. എല്ലാറ്റിലും വേണം ഖസ്ദ് എന്നർത്ഥം. ചെലവഴിക്കുന്നതിൽ സമ്പത്തിൽ മിതത്വം, ദാരിദ്ര്യത്തിലും മിത നിലപാട് എന്നതുപോലെ ആരാധനാ കർമ്മങ്ങളിൽ പോലും മിത നിലപാട്. ആരാധനാ കർമ്മങ്ങളിൽ എന്നും നോമ്പ് നോൽക്കാൻ അനുവാദം ചോദിച്ചവന് കൊടുത്തിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് പറഞ്ഞത് അത്ര നിർബന്ധമാണെങ്കിൽ ദാവൂദ് നബിയെ പോലെ ഒരു ദിവസം നോമ്പും ഒരു ദിവസം നോമ്പില്ലാതെയും കഴിച്ചു കൂട്ടിക്കോ എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. അതുപോലെ ഭാര്യയെ അവഗണിച്ചുകൊണ്ട് രാത്രി നമസ്കാരം നിർവഹിച്ച ആളോട് വൈനലി റബ്ബിക അലൈക ഹഖ വൈനലി അഹ്ലിക അലൈക ഹഖ വൈനലി ഐനിക അലൈക ഹഖ എഴുത്തി കുല്ലദി ഹഖിൻ ഹഖ. റബ്ബിനുള്ള അവകാശമുണ്ട്, കുടുംബത്തിനുള്ള അവകാശമുണ്ട്, ശരീരത്തിനുള്ള അവകാശമുണ്ട്. എല്ലാ അവകാശികൾക്കും അവരുടെ അവകാശം കൊടുക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മരിക്കാൻ നേരത്ത് സമ്പത്ത് മുഴുവൻ ഇൻഫാഖ് നടത്താൻ ഉദ്ദേശിച്ച ആളോട്, സദഖ ചെയ്യാൻ ഉദ്ദേശിച്ച ആളോട് പറഞ്ഞു അസ്സുലുസു കസീറുൻ, മൂന്നിലൊന്ന് ധാരാളമാണ്. അപ്പോൾ പുണ്യത്തിന് ചെലവഴിക്കുകയാണെങ്കിൽ പോലും എല്ലാം അങ്ങ് കൊടുത്ത് നിസ്വനായി ദരിദ്രനായി മാറരുത്, അല്ലെങ്കിൽ അനന്തരാവകാശികളെ ദരിദ്രന്മാരാക്കി മാറ്റരുത്. അതൊക്കെ ഇബാദത്തിലെ ഖസ്ദാണ്. അങ്ങനെ എല്ലായിടത്തും മിതത്വമാണ് നല്ലത് എന്ന് പഠിപ്പിക്കുകയാണ്. ഇനിയും കാണാം, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, മാ ആല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ആല മനഖ്തസദ, മിതത്വം കാണിക്കുന്നവൻ അവന്
പായാരം ഉണ്ടാകുകയില്ല എന്നാണ്. ആല എന്ന് പറഞ്ഞാൽ കുടുംബഭാരം പെരുകി പ്രയാസപ്പെടുക എന്നാണ് ആല എന്ന വാക്കിൻ്റെ അർത്ഥം. അഴിയാൽ ആശ്രിതർ. മാ ആല മനിഖ്തസദ, മിതത്വം പാലിക്കുന്നവൻ ആശ്രിതനായി തീരുകയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരികയില്ല, സ്വന്തം നിലനിൽപ്പ് ഉണ്ടാകും എന്നർത്ഥം. ഇങ്ങനെ ധാരാളം പ്രോത്സാഹനങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞത് കാണാൻ കഴിയും. ഖുർആനിലുണ്ട് വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ. ധൂർത്തടിക്കരുത്, ധൂർത്തന്മാർ പിശാച്ചിൻ്റെ സഹോദരന്മാരാണ് എന്ന് പറഞ്ഞത് ഉണ്ടല്ലോ. ഇങ്ങനെ ചെലവഴിക്കും. ഇബാദുർ റഹ്മാൻ പണം ചെലവഴിക്കും, തീരെ ചെലവഴിക്കാതിരിക്കില്ല, പക്ഷേ ധൂർത്തും ദുർവ്വയും ഉണ്ടാകുകയില്ല, അതുപോലെ പിശുക്കുകയും ഇല്ല. രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്നവരാണ് എന്ന് ചുരുക്കം. അതും ഇബാദ് എന്ന വാക്കിൽ അതുണ്ട്, അള്ളാഹുവിന് കീഴ്പ്പെട്ടവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് തൈസ അബ്ദു ദീനാരി വദ്ദിർഹം, പണത്തിൻ്റെ അടിമ, ദീനാറിൻ്റെയും ദിർഹമിൻ്റെയും അടിമ തൊലഞ്ഞത് തന്നെ. അയാൾ ഒന്നുകിൽ പിശുക്കും, അല്ലെങ്കിൽ പണമുണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യും, ഇങ്ങനെയൊക്കെയാണ്. അള്ളാഹുവിൻ്റെ അടിമ സമ്പാദിക്കും, ചെലവഴിക്കും, പക്ഷേ മിതത്വം ഉണ്ടാകും. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള നിലപാട് അതാണ് എന്നതുകൊണ്ട്. അതാണ് സവിശേഷതയായി പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ സത്യവിശ്വാസികളുടെ സവിശേഷതകൾ ഉള്ളവരായി ജീവിക്കുവാനും മരിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ. റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ وجلاء حزننا وذهاب همنا وغمنا. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. صلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.